ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പകുതി സ്റ്റാമിന വെച്ചിട്ട് ഫുൾ പ്രാങ്ക് നടത്താൻ പോവാണ്. ഫുൾ പ്രാങ്കായിരിക്കും, സൈക്കോ പ്രാങ്കാണ് ഇന്ന് നടത്താൻ പോകുന്നത്. ഫുൾ ഒരു സൈക്കോ മാതിരി ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കട്ടെ, വിജയിക്കുമോ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് മുന്നിൽ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മൾ പോയിട്ട് ചോദിച്ചു നോക്കാം. ഹലോ 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 നീ ഒരു വട്ടം കാത്തിരുന്ന് ഞാൻ പല നേരം മൈതാനത്ത് പല വാക്കും മിണ്ടാതെ നീ പോയില്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഒരു ജസ്റ്റ് ഒരു നേരെ പോയി നേരെ പോകാന്നുള്ള ഒരു ജസ്റ്റ് ഒരു പരിപാടിയാണ് നടത്തുന്നത്. അപ്പോൾ കരളെ നീ കരളിൻ്റെ കരളെ എന്ന് പറഞ്ഞിട്ടുള്ള നേരെ വന്നിട്ട് നേരെ പോയിട്ട് ചാടിയാലും വേണ്ടിയില്ല ഓടിയാലും വേണ്ടിയില്ല, എൻ്റെ അറിയാലോ. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? ഇന്നറിയോ ഇതിൻ്റെ മുന്നേ? കണ്ടില്ലല്ലേ? ഓക്കെ, പേരെന്താ? നിവേദ്യ. എവിടെ പഠിക്കുന്നത്? സാമൂതിരി പറയുമ്പോൾ ഈ സാമൂതിരിമാർ പഠിക്കുന്ന സ്ഥലമാണോ? കാലി അമ്പലത്തിനടുത്താ ആണല്ലേ? ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു പാട്ട് പാടാൻ പറ്റും, ഒരു 4 വരി പാട്ട്. സിമ്പിളാണ്, പഠിക്കും. മറ്റേ ഏത് വേണമെങ്കിലും നമുക്ക് പാട്ട് പാടാം. എൻ്റെ ഒരു മൈൻഡിൽ കിടക്കുന്ന സാമൂതിരിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു അടിപൊളി ഒരു 4 വരി പാട്ട്. അവരെ നോക്കണ്ട, അവർ ചിലപ്പോൾ നിന്നെ താഴ്ത്തി പറയും. ഞാൻ എന്നാ പറയാന്ന് വെച്ചാൽ ഏത് വേണമെങ്കിലും പാട്ട് പാടാം. ഞാൻ എന്നാൽ ഒരു അക്ഷരം പറയാം, ആ അക്ഷരം വെച്ച് പഠിക്കും. ക ക അറിയില്ല? അപ്പോൾ ക വെച്ചിട്ട് ഒരു പാട്ടില്ല, മറ്റേ കരുനീല കണ്ണുള്ള എന്ന് പറഞ്ഞിട്ട് ഇല്ല, അതറിയില്ല. കണ്ണെഴുതാൻ മഷി, കരയാൻ കണ്ണുനീർ, നീയൻ ക്രഷ്, നീ കണ്ടപ്പോൾ എനിക്ക് ക്രഷ്. അറിയില്ല? ഓക്കെ, ജസ്റ്റ് ഒരു പ്രാങ്കാണ്. ഓക്കെ, കുത്തിക്കാള്. ഓക്കെ, അപ്പോൾ വീഡിയോസിൽ വെച്ച് കാണാം. അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ. സംഭവം ഞാൻ ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്തതാ കേട്ടോ. പേരെന്താ? നന്ദന. ബ്രോൻ്റെ പേരെന്താ? സാരംഗ്. ഓക്കെ, നിത. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ. നമ്മളിത് ഈ കാറിൻ്റെ അടുത്തൊരു ജസ്റ്റ് ഒരു പ്രാങ്ക് നടത്താൻ പോവാണ്. ബൈ. ഇതെന്താ? മലയാളിയാ? മലയാളിയാണെങ്കിൽ എനിക്ക് ഈ കാറൊന്ന് വീട്ടിൽ വരെ ഒന്ന് ഓടിച്ചു പോകണം, പറ്റുമോ? എന്താ? എൻ്റെതല്ല എടാ, എനിക്ക് ഇതിൽ കയറാൻ പറ്റുമോ? ഇത് ഡോറ് തുറക്കും. ഇത് എങ്ങനെയാണ് തുറക്കരുത്? ഡോറ് തുറന്നിട്ടുണ്ട്, ഇതിൽ കയറാൻ പറ്റുമോ? പിന്നെ എന്തിനാ കാണാൻ വെച്ചാ? കാണാൻ മാത്രമോ? ശരിക്കും ഇതെങ്ങനെ ഉന്തി കളിക്കാൻ പറ്റുമോ? അത് നിൽക്കുമോ? പോവും. ഓണാക്ക്. ഇത് എങ്ങനെ ബാക്കോട്ട് മാത്രം വരാം? കറക്ക്. നിങ്ങളിപ്പോൾ കാറ് കാണുന്നുണ്ടാവും എൻ്റെ ക്യാമറയിൽ. അപ്പോൾ അടിപൊളി ഒരു 4x4 കാറാണ് അല്ലേ? ചളിക്കൂടൊക്കെ ഓടിക്കാൻ പറ്റുമോ? എത്ര ലോഡ് വരെ കയറ്റാം? വെയിറ്റാണ്. ഓക്കെ, വെയിറ്റാണല്ലേ? അപ്പോൾ എങ്ങനെ ഇതിൽ ഈ നമ്മളെ വാളയാർ പരമശിവം ചെക്ക് പോസ്റ്റ് കടന്ന് പോവോ? അവിടെ ഒന്നും എത്തൂല. എവിടെ വരെ എത്തൂത് ചെക്ക് പോസ്റ്റ്? 100 റുപ്യ ഒരു റൗണ്ടിനോ? അപ്പോൾ ഇതിൽ എത്ര പെട്രോൾ അടിക്കണോ? ബാറ്ററിയോ? എത്ര mAh? അറിയില്ല. ഓ, സീറ്റ് എങ്ങനെ? സ്പോഞ്ച് ഉണ്ടോ? ഇതെങ്ങനെ ഇതിൻ്റെ സീറ്റ് എങ്ങനെ? സീറ്റ് ഒരു ഊരിപ്പോന്നല്ലോ. ബാറ്ററിയോ? ഇത് ഊരിപ്പോന്ന്. കംപ്ലൈൻ്റ് ആണോ വണ്ടി? ബാറ്ററി ഇങ്ങനെ ഇത് ഊരി കളിക്കില്ല? ചാർജ് ചെയ്യാനല്ലേ? ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ, കാണലുണ്ട്. എന്നാൽ പിന്നെ നേരത്തെ പറഞ്ഞോടി, ജസ്റ്റ് ഒരു പ്രാങ്കല്ലേ ഇത്? ആണല്ലേ? ഓക്കെ, എന്നാൽ കാണാം, വ്ളോഗിൽ വെച്ച് കാണാം. ഓക്കെ, എന്താ പഠിക്കുന്നത്? 9. എവിടെ പഠിക്കുന്നത്? പാലായി. ഓക്കെ, എന്നാൽ ശരി.
സംഭവം എന്തൊക്കെയോ ആയിട്ടുണ്ട്. രണ്ട് കുട്ടികളെ കയറ്റി വിജയമായിട്ട് ഇവിടെ മുന്നേറുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അതാ അവിടെയും കുറച്ച് ആൾക്കാരുണ്ട്. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ആദ്യം ജസ്റ്റ് ഒരു പ്രാങ്കൊക്കെ നടത്തി വെക്കാം. അപ്പോൾ ഒരു പ്രാങ്കാണ് നടത്താൻ പോകുന്നത്. സംഭവം ഈ നീയൻ ക്രഷ്, കണ്ണിലിരിക്കും ക്രഷ്, കാതിലിരിക്കും ക്രഷ്, പൂ പൊട്ടിപ്പോയി, സമാധാനമായിട്ട് ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എന്താ പേര്? സുഹൈല. നീ എൻ ക്രഷ്, കണ്ണിൽ എനിക്ക് കോൺഫിഡൻസ് വളരെ കുറവാണ്. ന്യൂ ഇയർ ആയിട്ട് എനിക്ക് ഒരാളെയും പ്രപ്പോസ് ചെയ്യാൻ കിട്ടിയില്ല. അപ്പോൾ എന്താ പറയാൻ്റെ അറിയില്ല, ഇതൊന്ന് പെട്ടെന്ന് വാങ്ങിയാൽ ഓക്കെ. അപ്പോൾ ഇത് പൊട്ടിപ്പോയി, ഇതെന്ത് ചെയ്യും? ഇതെങ്ങനെ യോജിപ്പിക്കത്? അങ്ങനെയല്ല, ഇതിൻ്റെ അടിയിൽ കൊടുക്കണത് കുറച്ച് പണിയുണ്ട്. അല്ലേ പുതിയൊന്ന് വാങ്ങിക്കൊണ്ടുവരാം. ഇവിടെ തന്നെ ഉണ്ടാവോ? ഓക്കെ, ഇവിടെ തന്നെ ഉണ്ടാവും. എവിടെ സ്ഥലം? എവിടെ? തിരൂർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണേ. അതിൽ വിന്നായാലും മാത്രമേ ഞാൻ പ്രപ്പോസ് ചെയ്യുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പേരെന്താ നിങ്ങളെ? ചുവപ്പ് ഷഹല, സുഹൈല, ആയിഷ. അപ്പോൾ നിങ്ങളെവിടെ പഠിക്കുന്നത്? ഇക്രയിൽ. ഓക്കെ. അപ്പോൾ സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പോണേ. ഓക്കെ, ഇന്നെ അറിയോ? ഇതിൻ്റെ മുന്നേ തീരെ അറിയില്ല. തീരെ അറിയില്ല. ഓക്കെ. അപ്പോൾ ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇതിൽ ആർക്കാണ് മാത്സ് നല്ല അറിയാം? ഇവിടെ അറിയില്ലേ? കുറച്ച് അറിയാമല്ലേ? ഇക്രയിലല്ലേ പഠിക്കുന്നത്? ഓക്കെ, ഇക്രയിൽ. അപ്പോൾ മാത്സ് നല്ല അറിയാൻ മതിയാവും അല്ലേ? ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു മാത്സ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ വിന്നായാലും അപ്പം തന്നെ പ്രപ്പോസിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ 777 + 333 എത്ര? 777 + 333. ഒരാൾക്കേ പറയാൻ പറ്റുള്ളൂ. 1100. ഓക്കെ. എവിടെ പഠിക്കുന്നത്? JDT. ഓക്കെ. സീനാണ് അവിടെ. JDT പഠിക്കണ്ട, മാറിക്കും. തെറ്റാണ്. ഓക്കെ, നിങ്ങൾ പറയൂ. ആയിഷ അല്ല, സുഹൈല പറയൂ. 777 + 333. പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. ആയിഷ 1100 പറഞ്ഞു. ഓളാണ് ഏറ്റവും ടോപ്പ്. അപ്പൊ നിങ്ങളൊന്ന് പറയാന്ന് വെച്ചാൽ ചിലപ്പോ എന്നാ വേണ്ട, എന്നാ ഞാൻ വേറെ ആളെ പ്രപ്പോസ് ചെയ്തോളാം. എനിക്ക് ഈ മാത്സ് അറിയുന്ന പോലെ ഞാൻ പ്രപ്പോസ് ചെയ്യുള്ളൂ. ഓക്കെ, അറിയോ? ഇല്ലല്ലേ? ഓക്കെ, എന്നാ കുത്തിക്കോളൂ. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു പ്രാങ്കാണ് കേട്ടോ. ഓക്കെ, എൻ്റെ വ്ളോഗിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, പാട്ട് പാടാനായിരിക്കും അറിയോ? എത്ര? 1100. ശരിയല്ല. എത്ര? 1000. ഐസ്ക്രീം തിന്നട്ടോ. ഓക്കെ ആണ്. എന്നാ പാട്ട് പാടും. ഒരു ജസ്റ്റ് ഒരു പാട്ട് മതി. മറ്റേ ആര് പറഞ്ഞു മ്യാവും ഞാനാ നിങ്ങളെ കാത്തു. നല്ല പാട്ടന്നെ പാടും. എന്നാ ഓക്കെ, പാടിക്കോളൂ. എൻ്റെ ചാനലിൽ എല്ലാവരും പാടലുണ്ട്. അതെ, 1110. അതെ, ഒരു 10ന്റെ വ്യത്യാസം വളരെ വ്യത്യാസമാണ്. അതെ, 2 പേര് മതി. ഓക്കെ, ഇത് 4 വരെയായി പോയി. ഇല്ല, കുഴപ്പമില്ല, പാടിക്കും. ഓക്കെ, എന്നാ ബൈ, ടാറ്റ. 5 മണിക്ക് കാണാം. ഇനി നമുക്ക് ഇതാ ഇവിടെ കുറച്ച് ഒരു സുന്ദര കുട്ടപ്പന്മാരുണ്ട്. യെസ്. എവിടെ പഠിക്കുന്നത്? ഇവിടെ തന്നെ അല്ലേ? ഓക്കെ. നിങ്ങൾ മറ്റേ ഇവിടെ അഭിനയിക്കുന്നുണ്ടോ? മറ്റേ ദുൽഖറിന്റെ പടത്തില്? അതന്നെ. യെസ്. ഓക്കെ, കുത്തിക്കാളും. കണ്ടിട്ട് നല്ല ലുക്ക് ഉണ്ട്, അതാ ഞാൻ ചോദിച്ചത്. ആ കണ്ണ് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഒരു പ്രപ്പോസ് ആയാലോ? ഞാൻ പോട്ടെന്നാല്. ജസ്റ്റ് ഒരു പ്രാങ്കാണ്, വ്ളോഗിൽ വെച്ച് കാണാം. എന്നെ അറിയില്ലേ? പറഞ്ഞു കൊടുക്കുന്ന അവർക്ക്. ഓക്കെ, ബൈ. സിനിമ അടുത്ത ആളെ പിടിക്കാം.
ഗൈസ് ഇനി ഞാൻ നല്ല രീതിയിൽ ഒരു മാക്സിമം സൈക്കോ കളി കളിക്കാൻ പോവാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് കുറച്ച് ആൾക്കാർ പറഞ്ഞ് കുറച്ച് ആൾക്കാരെ അടുത്തെത്തിയിട്ട് കരയാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശ്രമിച്ചു നോക്കാം. എനിക്ക് കരയാനൊന്നും കഴിയൂല, പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ഒന്ന് കരയാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് തരണം. നോക്കട്ടെ, ഞാൻ കരഞ്ഞ് നോക്കാം, അതുപോലെ ഒരു റിയാക്ഷൻ നമുക്ക് നോക്കി നോക്കാം. ഗൈസ് ഇപ്പോൾ നമ്മൾ ഒന്ന് ബീച്ചിൻ്റെ ഉള്ളോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്, ഒന്ന് പോയി കരഞ്ഞു നോക്കാം. അവിടെ നിൽക്കുന്നുണ്ട്. പേരെന്താ? ജിസ. ദിൽഷ. സംഭവം നിങ്ങൾ എൻ്റെ കൂടെ പഠിച്ചതാണ് കുറച്ച് കാലം മുന്നേ. കുറച്ച് കാലം മുന്നേ ഓർമ്മയുണ്ടോ? ഇല്ല. ഞാൻ കരയും. എനിക്കറിയൂലോ. എനിക്ക് നല്ല കരച്ചിൽ വരുന്നുണ്ട്. എനിക്കറിയാം, പക്ഷെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് കരച്ചിൽ വന്നിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. എന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പണ്ട് ഒരുമിച്ച് നിന്ന് നമ്മൾ മറ്റേ ഉച്ചയ്ക്ക് ബെല്ലടിക്കുമല്ലോ, നമ്മൾ ക്ലാസ്സിൽ നിന്ന് ബെല്ലടിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യല്? ഫുഡ് കഴിക്കും. എപ്പോഴും ബെല്ലടിക്കുമ്പോൾ ഫുഡ് കഴിക്കും. അതെ. പിന്നെ എന്തൊക്കെ ചെയ്യും? നമ്മൾ ഈ PT പീരീഡിന് ഒരു ഓടി കളിച്ച് ആ ഓട്ട മത്സരത്തിൽ ഞാനായിരുന്നു ഫസ്റ്റ്. അതൊക്കെ നിങ്ങളൊന്നും ബാക്കോട്ട് ചിന്തിക്കും. നിങ്ങളെ മറവി നിങ്ങൾ എന്താണ് ഇത്രയും കാലം നിങ്ങൾ ഏത് രീതിയിലാണ് ജീവിച്ചത്? നല്ല രീതിയിൽ. അങ്ങനെ നിങ്ങൾ ജീവിച്ചിട്ടാണ് ഇന്ന് നിങ്ങൾ മറന്നുപോയത്. ഞാൻ നിങ്ങളെ ബാക്ക് ബെഞ്ചിൽ ഏറ്റവും സൈഡിൽ ഒരു മറ്റേ ഈ പണ്ട് ഈ കളിക്കുന്ന ഒരു കളിയില്ലേ, ഈ മറ്റേ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈച്ച കൊട്ടാരം എന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ ഞാൻ ഫസ്റ്റ് ആയിരുന്നു. ഓർമ്മയില്ല. എന്നാലും ഞാൻ ഒരു ചെറിയൊരു മാത്സ് ചോദിക്കും. മാത്സ് ശരിയാണെങ്കിൽ ഞാൻ നിങ്ങളെ പ്രപ്പോസ് ചെയ്യും. ഓക്കെ, എനിക്ക് മാത്സ് ശരിയുള്ള പോലെ എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 777 + 333 എത്ര? 1000. നിങ്ങൾ പറയും 1000. ഉറപ്പിക്കാവോ? ശരിക്കും ഞാൻ മാത്സ് തെറ്റ് പറഞ്ഞാലും പ്രപ്പോസ് ചെയ്യും. ശരിയാ പറഞ്ഞേ? അപ്പൊ നിങ്ങൾ എവിടെ പഠിക്കുന്നേ? മംഗലാപുരം. പിന്നെ നടക്കാവ്. അവിടെ ഉള്ളവർക്ക് ഒരു ആയി പറഞ്ഞു. ഓക്കെ, അപ്പൊ സംഭവം റോങ് ആയിട്ടുണ്ട്. 1110 വരാം. ഓക്കെ, അപ്പൊ എന്നാല് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ. ഗൈസ് ഞാൻ നെക്സ്റ്റ് ആളെ പിടിക്കാം. ഗൈസ് ആ കരയിൽ പിന്നെയും കുഴപ്പമില്ല. ഞാൻ കുറച്ച് ഒച്ചത്തിൽ കരഞ്ഞിട്ടുണ്ട്. അത് മാക്സിമം എനിക്ക് ലൈക്ക് അടിക്കണേ. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക തരം ഒരു സാധനം. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കാത്തിരുന്നോളൂ. ഇതാ ഇവിടെ ആരെങ്കിലും എടുത്തെത്തിയിട്ട് നമുക്ക് ഇനി ഒന്ന് സൈക്കോ കളിക്കാം. ഗൈസ് ഇതാ ഇവിടെ തന്നെ ഇതാ ഒരാൾ നിൽക്കുന്നുണ്ട്. ഹായ്, ഐ ആം ഫ്രം അമേരിക്ക. അമേരിക്കയിൽ നിന്ന് രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. ഓക്കെ അല്ലേ? പറയില്ല, തീരെ പറയില്ല. ഓക്കെ, അപ്പോൾ അമേരിക്കയിൽ നിന്ന് പിന്നെ നേരെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് നേരെ വരുമ്പോൾ ഇംഗ്ലണ്ടിലൂടെ വരേണ്ട ഞാൻ നേരെ വന്നത് കോഴിക്കോട് സിറ്റി കൂടാണ്. അപ്പോൾ അതാണ് മെയിൻ എനിക്ക് പറ്റിയ തെറ്റ്. അപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ വന്നപ്പോൾ എനിക്കൊരു വ്ളോഗ് എടുത്തേ പറ്റൂ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോഴിക്കോട് മൊത്തം ഈ കടൽ വന്ന് മൂടിക്കഴിഞ്ഞാലും എന്താവും, ഈ വ്ളോഗ് എപ്പോഴും നിലനിൽക്കും. അപ്പോൾ നിങ്ങൾ എവിടെയാണ് സ്ഥലം? ഉഗാണ്ട. നിങ്ങളെവിടെ സ്ഥലം? പെരുമണ്ണുള്ളവർക്കൊരു ആയി പറഞ്ഞു. ഹായ്. ഉഗാണ്ടുള്ളവർക്കൊരു ആയി പറഞ്ഞു. ഉഗാണ്ടയിൽ ഏത് ഫാമിലിയാണുള്ളത്? ഉഗാണ്ടയിലുള്ളവർക്ക് വഴിതെറ്റി വന്നതാ. ഓക്കെ, സെയിം ടു യു. അങ്ങനെ വഴിതെറ്റി വരുന്നവരാണ് ഈ ലോകം സൃഷ്ടിച്ചത്. ഓക്കെ, പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ട് കിട്ടൂല, അതാണ്. അപ്പോൾ ഹാപ്പി അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ജസ്റ്റ് ഒരു പ്രാങ്കാണ്. ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ. 5 മണിക്ക് കാണാം. ഓക്കെ.
ഗൈസ് ഇനി നമ്മൾ നേരെ ഇവിടുന്ന് സ്റ്റേജിൻ്റെ ഭാഗം വിട പറഞ്ഞിട്ട് ഇനി നേരെ അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. ഇനി മൊത്തം കളറാക്കാൻ പോകും. ഇനിയിപ്പോൾ എന്താണെന്ന് നോക്കി നിന്നിട്ട് കാര്യമില്ല. ഇനി ആ ആൾക്കാരുടെ അടുത്ത് എത്തിയിട്ട് മൊത്തം അടിച്ച് പൊള്ളിച്ച് പ്രാങ്കാട് നടത്താൻ പോവാണ് മക്കളെ. എന്താ ഇപ്പോൾ ചെയ്യുക? ഇതിപ്പോൾ ടൈം എത്ര ആയി നോക്കട്ടെ. 15 മിനിറ്റായി. ചേട്ടാ ബീച്ചിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? കോഴിക്കോട് ബീച്ചിനെ പറ്റി പറയാ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ്. നമുക്കിവിടെ വന്നാൽ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റാനും ഒരു ഫാമിലി ആയിട്ട് വന്ന് ഇരിക്കാനും അതുകൊണ്ട് ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടുന്നു. പിന്നെ നമുക്ക് കൂടുതലും ജീവിതത്തിൽ ടെൻഷനാണ് കൂടുതലുള്ളത്. ഒരു അരമണിക്കൂർ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് കുറയുന്നുണ്ട്. അങ്ങനെയെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ കാർട്ടൂണിൽ കാണാൻ പറ്റി ബെൻടനും മായ മോഹിനിയും കൂടെ നല്ല അടിയായി. നല്ല അടി. ആ അടിയിൽ ഈ കടലാണ് അവിടെ മെയിൻ കൺട്രി കിടക്കുന്നത്. അപ്പോൾ ആ കൺട്രിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഈ ലോകത്തിനെ കുറിച്ച് എന്തൊക്കെ പറയാം? അതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, എൻ്റെ ചാനൽ ജസ്റ്റ് ഒരു പ്രാങ്കാണ്. അനസ് വ്ലോഗ് 21. ബൈ. ഗൈസ് നമുക്കിത് അവിടെ ജസ്റ്റ് ഒരു പ്രാങ്ക് നടത്താം. ഫസ്റ്റ് ഞാനേ ഒരു സിമ്പിൾ ഒരു പാട്ട് പാടും. ഓക്കെ? കടുനീല കണ്ണുള്ള കരിമശി കൂടുണ്ട്, മറ്റാർക്കും കാണാത്ത പച്ച മീൻ കറിയുണ്ട്, അരിമുല്ല മണം വീശും കാറ്റേ വന്ന് കളിച്ചിൻ്റെ കഥ പറഞ്ഞാട്ടെ. പിന്നെ ഒരു ക്വസ്റ്റ്യത്തിലേക്ക് കടക്കും. ഓക്കെ? ഇത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കോൺഫിഡൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാട്ട് പാടുന്നത്. ഓക്കെ? ഒരു ചെറിയൊരു മാത്സ് വയ്ക്കാൻ പോകുന്നത്. 777 + 313 എത്ര? അല്ല മോനെ കാലിക്കേറ്ററാ തുറന്ന് വെച്ച് ഗൈസ്. ഓക്കെ, എന്നാൽ ഞാൻ പോട്ടെ. എന്നാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഞാൻ കിട്ടും. ഓക്കെ, 777 + 313. അങ്ങനെയാണെന്ന് വെച്ചാൽ ആ ആൻസർ റെഡി പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു സാധനം ഞാൻ ഒരു ചെയ്യും. ഇപ്പോൾ 11,000 എങ്ങനെയൊക്കെയാണ് പറയാൻ കഴിയുന്നത്? 777 + 313. ഇവിടെ ഇങ്ങനെ ചിന്തിച്ച് എവിടെയോ എത്തുന്നുണ്ട്. അമേരിക്ക വഴി ഉഗാണ്ട വഴി തിരിച്ച് എവിടെയോ എത്തി. 30,000 വരെ എത്തി. ഓക്കെ, ആലോചിച്ചോളൂ. സമയം തന്നിരിക്കുന്നു. ആലോചിച്ചോളൂ, പെട്ടെന്ന് ആലോചിക്കൂ. 1110. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയൂ. 1110 നിങ്ങൾ പറയൂ. ഇപ്പോൾ 30,000 അല്ലേ പറഞ്ഞേ? നിങ്ങൾ പറയൂ എത്ര? 1110. ഓക്കെ. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ആൻസർ റെഡി പറയുന്ന പോലെ പെട്ടെന്ന് ഒരു സർപ്രൈസ് ആയിട്ട് എന്ത് ചെയ്യുക അറിയോ? വീട്ടിൽ നിന്ന് ഷോക്കേസിൽ നിന്ന് ഒരു പൂവ് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ആ പൂവ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, നീ ആ പൂ എനിക്ക് തന്നെ തരണം. എല്ലാവരും ആൻസർ പറഞ്ഞതിനോട് വാങ്ങിയിട്ട് എനിക്ക് തന്നാൽ മതി. തരും വാങ്ങും. നിങ്ങൾ ആൻസർ പറഞ്ഞില്ലല്ലേ? നിങ്ങൾ പറഞ്ഞ് എനിക്കിങ്ങോട്ട് തന്നാൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ. ജസ്റ്റ് ഒരു പ്രാങ്കാണ് കേട്ടോ. ഓക്കെ ഗൈസ്, കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? എജ, നിഷ്വ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ ബീച്ചിനെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് ഈ 2025 പറയാം? അതെ, 2-ാം തീയതി ആയി. അപ്പോൾ ഈ 1-ാം തീയതി ഏതായാലും കടന്നു പോയി. ഇനി ഒന്നും ആലോചിക്കാനേ കഴിയില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ആൻസർ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക തരം ഒരു പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻസ് എൻ്റെ ഉള്ളിൽ നിന്ന് അനുഭവപ്പെടും. അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ. 777 + 313 എത്ര? 1000. ഓക്കെ, നിങ്ങൾ പറയൂ. 777 + 313 900. ഓക്കെ, ഞാൻ ഒന്ന് വീഡിയോയിൽ പറഞ്ഞാട്ടെ ഗൈസ്. ഇവർ കറക്റ്റ് ആൻസർ ആണോ പറഞ്ഞത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ചാൻസ് എടുത്ത് നോക്കാം. 1100. ഓക്കെ, ഒന്ന് ഉറക്കെ പറഞ്ഞോളൂ. 1100. നിങ്ങൾ പറയും. ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. 777 + 313. 777 + 313.
900 അതന്നെ കറക്റ്റായിട്ട് നിങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ. അമേരിക്ക വഴിയാണ് നിങ്ങൾ വരുന്നത്. അതെ 33 യെസ്. നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതാണ് നിങ്ങൾ കണ്ണ് പറയുന്നുണ്ട്. നിങ്ങൾ നല്ല പഠിപ്പിച്ചാണ്. എവിടെ പഠിക്കുന്നത്? വായക്കാട്. എവിടെ വായക്കാട്? മറ്റേ ഇടണപ്പാറ. ഓക്കെ, ഞാനും അവിടെ എടുത്തു തന്നെ എൻ്റെ വീട്. ഓക്കെയാണ്. അപ്പോൾ ജസ്റ്റ് 1000. ഓക്കെ, 1000 ആണെങ്കിൽ സംഭവം റോങ് ആയിട്ടുണ്ട്. 1110 അപ്പോൾ ഒരു റോങ് ആവുന്നവർ എൻ്റെ ചാനലിൽ സാധാരണ കുറേ ആൾക്കാർ റോങ് ആവും. സാധാരണ അത് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ മൈൻഡ് ഒന്നും നിങ്ങൾ വേറെന്തോ സിറ്റുവേഷനിലായിരിക്കും. എന്തിനാ ഇപ്പോൾ ഇവിടെ ബീച്ചിൽ വന്നേ? ചില്ല് ചെയ്യാൻ. അപ്പോൾ ചില്ല് മൈൻഡിൽ ഈ മാക്സ് ഒന്നും ഓടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു പാട്ട് പാടാം. യെസ്, ഒരു 4 വരി പാട്ട് റോങ് ആയതുകൊണ്ട്. അതാണ് എൻ്റെ ടാസ്ക്. പാടിക്കോളൂ. കുപ്പിയോട് പിടിച്ചു. ഓക്കെ, ആരാധികേ. ഓക്കെ, അപ്പോൾ പാട്ട് പാടിയതിനോട് ഈ പൂവൊന്ന് നിങ്ങൾ ഇങ്ങനെ കറക്കുക. അങ്ങനെ കറക്കൂ. അങ്ങനെ കറക്കുക. എന്നിട്ട് ഓളെ ഒന്ന് കറക്കൂ. ഓക്കെ, എനിക്ക് തരൂ. ഓക്കെ, ഇതിൻ്റെ ചാനലിൽ പൊതുവെ നടത്തി വരുന്നതാണ്. ഓക്കെ, അനസ് വ്ലോഗ് 21. ഓക്കെ, അപ്പോൾ വൈകുന്നേരം കാണാം. ഓക്കെ, ഞാൻ പോട്ടെ. ഓക്കെ, ബൈ. എങ്ങനെയുണ്ട് എൻ്റെ പ്രാങ്ക്? കറക്കിയത് കണ്ടോ നിങ്ങൾ? അപ്പോൾ നെക്സ്റ്റ് ആൾക്കാർ നമ്മൾ പിടിക്കാൻ പോവാം. അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും ഇതിൽ. ആൾക്കാരെ പിടിക്കാൻ പോവാം. ആൾക്കാരെങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പോവാം. അപ്പോൾ ഇനി നമ്മൾ മറ്റേ അവിടെ പുതിയ ബീച്ചിൻ്റെ അടുത്തേക്കാണ് ഇനി അടുത്ത ഡയറക്ഷൻ വരുന്നത്. അവിടെ വരെ പോവാം. എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പൂവിട്ട് ഇങ്ങനെ കറക്കണ ഒരു പ്രാങ്ക്. അത് കളറാവും. അവരെ റിയാക്ഷൻസിൻ്റെ ക്യാമറയിൽ കാണാം. ആൾക്കാർ ഇതൊക്കെ കണ്ട് ചിരിക്കുന്നു കരയുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് നോക്കാനേ ഓട്ടോറിക്ഷ എന്തൊക്കെ കാണിക്കണോ? ഗൈസ്, ഓട്ടോറിക്ഷ നിരന്ന് കിടക്കുകയാണ് ഇവിടെ. ഓട്ടോ ഒന്നും ഇല്ലേ? കുറവല്ലേ? ഇനി കൂടിക്കോളും. ഓക്കെയാണ്. ഓക്കെ ഗൈസ്, കുറച്ച് എവിടുന്നാ വരുന്നേ? മുക്കം. എവിടുന്നാ വരുന്നേ? താമരശ്ശേരി. മുക്കം. അപ്പോൾ മുക്കത്തുനിന്ന് എൻ്റെ ചാനലിൽ നോക്കിയാൽ ഒരു അടിപൊളി വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, 777 + 333 എത്ര? പറയൂ, കിട്ടും. എന്തിനാ ഞങ്ങളിപ്പോൾ ബീച്ചിൽ വന്ന് ചില്ല് ചെയ്യാൻ വന്നതാ? ചില്ല് ചെയ്യാൻ വന്നല്ലേ? എന്നാൽ ചില്ല് ചെയ്തോളൂ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ, ഇനി നിങ്ങൾ പോണതിന് മുന്നേ ഈ പൂവിട്ട് അങ്ങനെ കറക്കും. ഇതിൻ്റെ ചാനൽ നടത്തി വരുന്നതാണ്. നിങ്ങൾക്ക് ഈ ലോകം മൊത്തം ഒരു ഇതിൽ കാണാം. ഓക്കെ, ഇങ്ങനെ ഒരു 10 വട്ടം കറക്കി. ഇനി 10 വട്ടം കറക്കി. 10 വട്ടം കറക്കിയില്ല, എനിക്ക് സമയമില്ലാത്തതിനോടാണ്. അപ്പോൾ എൻ്റെ ചാനൽ വെച്ച് കാണാം. ഓക്കെ, ജസ്റ്റ് ഒരു പ്രാങ്കാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ടീം നമ്മളെ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വരുന്ന വഴിക്ക് കുറേ ഫാൻസുകളെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക ടൈപ്പ് ഒരു സാധനം ചെയ്യും. അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പേരെന്താ? അലീന. ഗ്ലാഡ്വിയ. നൈസ് നെയിം. ഇങ്ങനെ പുതിയ പുതിയ പേരുകളാണ് എൻ്റെ ചാനലിൽ വരുന്നത്. ഇന്നലെ കിട്ടിയ പേരെന്താണെന്ന് വെച്ചാൽ വേറെന്തോ ഒരു പേരായി മറന്നുപോയി. അത് ഇന്നലത്തെ വീഡിയോസിലുണ്ടാവും. ഓക്കെ, പേരെന്താ? ടെസ്സ. എൻ്റെ മോനെ നീനു തോമസ്. സ്വപ്ന. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലാരാണ് ഏറ്റവും പഠിപ്പിസ്റ്റാരാണ്? ആരും പഠിക്കാത്തവരാ? സ്വപ്ന. ഓക്കെ ആണല്ലേ? അപ്പോൾ എനിക്ക് പഠിക്കാത്തവരാണ് എനിക്ക് വേണ്ടത്. ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ഒരു മാത്സ് ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ജസ്റ്റ് ഒരു പാട്ട് പാടും. ആ പാട്ട് കഴിഞ്ഞിട്ടായിരിക്കും. ആ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പാടണോ? ഓക്കെ, ഞാൻ പാടാം. ഓക്കെ, ഏത് പാട്ട് വേണം? ആ പാട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആൻസറിൽ പെട്ടെന്ന് കയറാം. ഓക്കെ, അതിനാണ്. ഓക്കെ,
1 2 3 4 എണ്ണി പഠിച്ച് പണ്ട് പള്ളിക്കൂടത്തിലാകെ ഒന്നിച്ച് കളിച്ച്. പിന്നെ ബാക്കിയൊക്കെ മറന്നുപോയതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്ന് ക്രഷ് അടിച്ച് കഴിഞ്ഞാൽ എല്ലാം മൊത്തം മറക്കും. അപ്പോൾ അങ്ങനെ വെച്ചാൽ മാത്സിലേക്ക് കടക്കാൻ പോവാണ്. 777 + 333 എത്ര? ഗായ്സ് ഇവിടെ കാൽക്കുലേറ്റർ തുറന്ന് ഗായ്സ് ഇവിടെ അലീന ജോസ് ഓക്കെ അലീന ആൻ്റണി കാൽക്കുലേറ്റർ തുറന്നിരിക്കുന്നുണ്ട്. ഓക്കെ 777 + 333 എത്ര? 1200. ഓക്കെ, അപ്പോൾ എന്താ പേരെന്താ? നീനു തോമസ്. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. റോങ് ആൻസർ ആയിട്ടുണ്ട്. നിങ്ങൾ പറയൂ. 1000. ഓക്കെ, സ്വപ്നം തന്നെ കണ്ടിരുന്നോളൂ. അവിടെ തുറന്നില്ലല്ലോ. ഓക്കെ, യെസ്, അവിടെ കണക്ക് കൂട്ടുന്നുണ്ട്. നിങ്ങൾ 1000 അല്ലേ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ പറയൂ. 1206. സ്വപ്നം തന്നെ കാണണം. ഓക്കെ, വേറൊന്നും കാണരുത്. നിങ്ങൾ പറയൂ. 1206. നിങ്ങൾ പറയൂ. ഒന്നും അറിയില്ല. ആ ഗ്ലാസ് ഒന്നും ഇടുമോ? ഗ്ലാസ് ഇട്ടില്ല. എന്നാൽ ഞാൻ ഒരു മന്ത്രം ചെയ്യാൻ പോവാണ്. ഇങ്ങനെ കറക്കൂ, ഇങ്ങനെ കറക്കൂ, ഇങ്ങനെ കറക്കൂ, ഇങ്ങനെ കറക്കൂ, അങ്ങനെ കറക്കൂ. ഇനി ഞാൻ സംഭവം ഈ പ്രപ്പോസൽ ചെയ്യണ ജസ്റ്റ് ഒരു സൈക്കോ പ്രാങ്കാണ് ഇന്നത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുതിരവട്ടത്തു നിന്ന് ഇങ്ങനെ ചാടി വരിക. ആണല്ലേ? ഓക്കെ, എന്നാൽ ഞാൻ പോട്ടെ. എൻ്റെ ചാനലിൽ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ. ജസ്റ്റ് ഒരു പ്രാങ്കാണ് കേട്ടോ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ. ഗൈസ്, ഇപ്പം 27 മിനിറ്റ് ആയി. ഇനി ഞാനൊരു 35 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കും. വലിയ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. അതന്നെ കൂടുതലാണ്. 35 മിനിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ കൂടിയില്ലേ. ഇനി നമ്മൾ കുറച്ച് ആൾക്കാരുമായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു പാട്ടൊക്കെ പാടിപ്പിച്ച് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. പെട്ടെന്ന് എന്തായാലും എൻ്റെ ചാനൽ അവസാനിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. ദ മെയിൻ ബീച്ച്, പുതിയ ബീച്ച്, കാലിക്കറ്റ് കോഴിക്കോട് സിറ്റി ബീച്ച്. ഇതാ അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് ഒരു പ്രാങ്ക് നടത്തിക്കണം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. നെയ്യുള്ള കരിമീൻ ചെമ്മീനെ പെണ്ണിനെ കൊട്ടല്. അമ്മ അവിടെ നിന്ന് പാടാം. ഓക്കെ, എവിടെ സ്ഥലം? എവിടാ? തിരുവനന്തപുരം ഉള്ളവർക്ക് ആയി വരണോ? എനിക്ക് തിരുവനന്തപുരത്ത് ഒരു വ്ളോഗ് എടുക്കാൻ വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ അവിടെ സ്ഥിതി? എന്താ നിങ്ങൾ പറയും? അടിപൊളിയാണ്, വൈബാണ്. അപ്പൊ നിങ്ങൾ എന്തിനാ ഇപ്പൊ കോഴിക്കോടേക്ക് വന്നത്? ഗോവ പോയിട്ട് വരിക? എന്റെ മോനെ കുത്തിക്കളി. ഓക്കെ, ഗോവയിൽ എന്തൊക്കെ കാണാനുള്ളത്? ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഗോവ എന്ന് പറയുമ്പോ എവിടെയാണ്? കുറെ പോകാനുണ്ടോ? കുറച്ച് പോകാനുണ്ട്. ഓക്കെ, അങ്ങനെയാന്ന് വെച്ചാല് ഈ കടൽ കടന്ന് അപ്പുറം എത്തിയാലാണല്ലോ ഗോവ വരുന്നത് അല്ലേ? അല്ല, അപ്പൊ അതെവിടെയാണ്? റോഡ് വഴി പോകാൻ പറ്റും ആണ്. ഞാൻ എന്നാ വ്ളോഗിലും പറഞ്ഞാട്ടെ. ഗൈസ്, നിങ്ങൾക്ക് ഗോവ പോകണമെങ്കിൽ ഒരു ടീം ഇവിടെ ഗോവ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗോവയിലേക്ക് പോകാൻ എന്താണ് ആൾക്കാർ ഫസ്റ്റ് ചെയ്യേണ്ടത്? പോവല്ലേ? ഓക്കെ, ഗ്യാസ് മാത്രം കൊണ്ടുപോയി ആണല്ലേ? ഓക്കെ, അങ്ങനെയാന്ന് വെച്ചാല് ഹാപ്പി ന്യൂ ഇയർ. പേരെന്താ? ബിനീത്. പേരെന്താ? പരദേശ്. അജേഷ്. ഓക്കെ, സുനിൽ, ആദർശ്, അഖിലേഷ്. ഇതിന്റെ ജസ്റ്റ് ഒരു പ്രാങ്കാണ്. അപ്പോൾ ചാനലിൽ വെച്ച് കാണാം. അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ. ഗൈസ്, നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ എവിടെ സ്ഥലം? പരപ്പനങ്ങാടി. എവിടെ സ്ഥലം? പരപ്പനങ്ങാടി. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ കുസൃതി ചോദ്യമാണെങ്കിൽ എപ്പോഴും ഉപ്പിലിട്ട് വെക്കുന്ന ഒരു വസ്തു ഉണ്ട്. അതെന്താണെന്ന് അറിയോ? അതെ, എന്താണ് ഉപ്പിലിട്ട് വെക്കല്? ക്ലൂ ഇല്ല, കുസൃതി ചോദ്യം.
കിട്ടുമോ? വെള്ളം. ഓക്കെ, പറയൂ. കിട്ടുമോ? കിട്ടൂല ഗൈസ്. ഇത് ചൂട് കാരണമാണ് ഇങ്ങനെ മുഖമൊക്കെ ഇത് ആക്കി വെച്ചത്. നിങ്ങൾ പറയൂ. അതെ, ഒരു വസ്തു. കുസൃതി ചോദ്യം. അറിയില്ല. ഓക്കെ, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഇന്നൊരു പ്രാങ്ക് എല്ലാം മിക്സാണ്. അപ്പോൾ വ്ളോഗിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ. ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. എല്ലാം ഉണ്ടാവും. പാട്ട്, ഡാൻസ്, പ്രാങ്ക് എല്ലാം ഉണ്ടാവും. ഓക്കെ, മിക്സ്ഡ് യൂട്യൂബ് ചാനലാണ് അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ ഗൈസ്. നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പേരെന്താ? സന. ദിയ. മുന്ന. സന. ഓക്കെ, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ ഈ ബീച്ചിൽ എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഒരു 2025 വരുന്ന ആൾക്കാർക്ക് ഈ ബീച്ചിനെ കുറിച്ച്. ബീച്ച് നല്ലൊരിതാണ്, ഭയങ്കര പീസ്ഫുള്ളാണ്. രാത്രി വരേണ്ടത്. എത്ര നട്ടുച്ചക്ക് വരരുത്. ഞാൻ വന്നത് എന്തിനാന്ന് വെച്ചാൽ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ രാത്രി വരുന്ന ആൾക്കാരാണ്. ഓക്കെ, രാത്രി 24 അവർ കറങ്ങി അമേരിക്ക വഴി വന്ന് ലാൻഡ് ചെയ്ത് കോഴിക്കോട് വഴി തിരിച്ചു പോകുന്ന ടീമാണ്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചാൽ ഇതിൽ ആരാണ് ഏറ്റവും അടിപൊളി സിംഗർ? ആരാ? ഞാൻ ഒരു ചലഞ്ച് തരാൻ പോവാം. ആ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുത്താൽ ഒരു പ്രത്യേക ടൈപ്പ് നിങ്ങൾക്ക് ഒരു സംഭവം കാണാം. ഓക്കെ, കൂടി നിന്നോളൂ, ഇവിടേക്ക് നിന്നോ, ഫ്രെയിമിലേക്ക് നിന്നോളൂ. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ടാസ്ക്കാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ആര് പറഞ്ഞു മ്യാവു ഞാനാ നിങ്ങളെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം. അതിൻ്റെ ചാനലിലെ ഓൾമോസ്റ്റ് ഏറ്റവും അടിപൊളിയായി കിടക്കുന്ന പാട്ടാണ്. അത് ഇതിൽ ഒരാൾ പാട്ട് പാടിയാൽ അവർക്കൊരു സ്പെഷ്യൽ സാധനം തരും. അപ്പോൾ നിങ്ങൾ തന്നെ സ്റ്റെക്കായി പോകും. ആയിക്കോട്ടെ, ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് പാടിക്കോളൂ. ആ, പാടിക്കോളൂ. ആ, ഓക്കെ. ആ, ഓക്കെ. ആര് പറഞ്ഞു മ്യാവു ഞാനാ നിങ്ങളെ കാത്തു ആരോടൊപ്പം എന്നെ മതി. നിങ്ങൾ പാട്ട് പാടി. ഓക്കെ, കുത്തിക്കാളൂ. ഓക്കെ, ഇനി ഞങ്ങളൊരു മാജിക് ചെയ്യാൻ പോവാം. ഓക്കെ, കണ്ണടയ്ക്കൂ. കണ്ണ് ഞാൻ പറയുമ്പോൾ മാത്രം തുറന്നാൽ മതി. അടയ്ക്കൂ. അടച്ചോ? ഇത് ചെറുതായി തുറന്നിട്ടുണ്ടല്ലോ. അടച്ചിനോ? ഓക്കെ അല്ലേ? നമ്മള് പോയി. ഓക്കെ, ബൈ. എൻ്റെ ചാനലിൻ്റെ പേരെന്താ അറിയോ? അനസ് വ്ലോഗ് 21. ഓക്കെ, ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞു. ഹായ്. ഓക്കെ, പോവാണോ? ഓക്കെ, അത് നിങ്ങൾ ഇനി എടുത്തോ. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഗൈസ്, ഇതിൻ്റെ പ്രാങ്ക് ഇങ്ങനെയൊക്കെയാണ് ഇന്ന് വന്നത്. കുറേ ആൾക്കാരെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. ഇവർ മാത്രമൊന്നുമല്ല, അടിപൊളി പ്രാങ്ക് ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞത്. ഊള പ്രാങ്കാണ് അല്ലേ? അപ്പോൾ സീനൊന്നുമില്ല. എൻ്റെ എല്ലാ പ്രാങ്കും ഊള പ്രാങ്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്താ ഇവിടെ തന്നെ കളറാണ് നിങ്ങൾ 4K എടുക്കൽ. ഓക്കെ ഗൈസ്, 4K എടുക്കുന്ന ടീമാണ് ബാക്കിലുള്ളത്. ഇവിടെ വന്നോ, ഒരു ഹായ് പറഞ്ഞു. ഹായ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോസ് കിട്ടില്ല വീഡിയോസ് ആയിട്ട് 5 മണിക്ക് വരുന്നതാണ്. ഓക്കെ.